ആർക്കിടെക്ട്സിനും ആർക്കിടെക്ചർ സ്റ്റുഡൻസിനും അവരുടെ ഡിസൈൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നത് എപ്പോഴും മോഡൽസിലൂടെയാണ്. കാരണം നമുക്കറിയാം ഷീറ്റ്സ് നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ പലപ്പോഴും മോഡൽ അതിൻ്റെ സൈസും എല്ലാം കാരണം നമുക്ക് എല്ലായിടത്തോടും ക്യാരി ചെയ്ത് കൊണ്ട് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. എസ്പെഷ്യലി ആർക്കിടെക്ചർ സ്റ്റുഡൻസിന് അവരുടെ പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന മോഡൽസ് ഒരിക്കലും ഒരു ഫേമിൽ കൊണ്ടുപോയി കാണിക്കാൻ പറ്റത്തില്ല. സോ അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് നന്നായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. സോ റണ്ണിങ് സ്റ്റുഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർക്കിടെക്ചറലി നമ്മൾ ഉണ്ടാക്കുന്ന മോഡൽസ് വളരെ നന്നായിട്ട് എങ്ങനെ നീറ്റായിട്ട് ഫോട്ടോഗ്രാഫും വീഡിയോയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മോഡൽസ് നമ്മളെന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് എക്സ്റ്റീരിയറിൽ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ സ്കൈ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ മരങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കുക. എസ്തെറ്റിക്കലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ്, ഭയങ്കര വിഷ്വലി ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ, നമ്മൾ നമ്മുടെ സൈറ്റിന് റെസ്പോൺസീവായിട്ടാണോ നമ്മൾ മോഡൽ ഫോട്ടോഗ്രാഫ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ അത് സൈറ്റ് റെസ്പോൺസീവായിട്ട് സൺപാത്ത് വെച്ചിട്ട് സൺപാത്ത് നമുക്ക് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഷാഡോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ അറ്റ് ദ സെയിം ടൈം എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് എങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാം. സോ ഇവിടെ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. അതായത് നമുക്ക് ഹോസ്റ്റൽസിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലോ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. സോ നമ്മൾ നോർമലി വിചാരിക്കുന്നത് പോലെ ഈ മോഡലിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാൻ നമുക്ക് ഹൈ എൻഡ് എക്യുപ്മെൻറ്റ്സോ ഫ്ലാഷ് ലൈറ്റ്സോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ആക്സറീസും എല്ലാമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു ഫോട്ടോഗ്രാഫി സെറ്റപ്പ്. അതായത് നമുക്ക് നോർമലി ഒരു ചെറിയൊരു ബോർഡ് എന്തെങ്കിലും ഒരു ഹാർഡ് സർഫസ് നമുക്ക് മോഡൽ വയ്ക്കാനായിട്ടുള്ളത്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഹൊറിസോണ്ടൽ സർഫസും അതിൻ്റെ കൂടുതൽ വേർട്ടിക്കൽ സർഫസും. അപ്പോൾ ഞാനിപ്പോൾ ഈ ടേബിളിൻ്റെ ബാക്കിലായിട്ട് ഒരു തെർമോക്കോള് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒട്ടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വേർട്ടിക്കൽ ഒരു ഭിത്തി ഉണ്ടെങ്കിൽ ഭിത്തിയിലേക്ക് അടുപ്പിച്ച് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സൗകര്യം. പിന്നെ നമ്മൾ വേറെ വേർട്ടിക്കൽ സർഫസ് തേടി പോകണ്ട. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനത്തെ തെർമോക്കോള് ചെയ്തിരിക്കുന്നത്. സോ ഇതിനാണ് ബേസിക് സാധനങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് ഏത് മോഡലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയൊരു മോഡലാണ്. ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ച് തരാനുള്ള സൗകര്യത്തിന് ഒരു റെസിഡൻസാണ്. ഇതിൻ്റെ നോർത്ത് ഇങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലേക്കാണ് നോർത്ത് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ മോഡൽ. അപ്പോൾ അടുത്തത് മോഡൽ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടത് ഈ മോഡലിന് വേണ്ട ബാക്ക്ഗ്രൗണ്ടാണ്. മോഡലിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ഏത് കളർ പേപ്പർ ചൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ പല കളേഴ്സ് ഓഫ് പേപ്പർ ഉണ്ടാവും. നമുക്ക് ഗ്രേ ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മോഡലിൻ്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കാനുള്ള പേപ്പർ സെലക്ട് ചെയ്യാൻ. കാരണം പലപ്പോഴും നമ്മൾ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ മോഡൽ നന്നായിട്ട് ചെയ്യും, ഫോട്ടോഗ്രാഫ്സ് എടുക്കും, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എപ്പോഴെങ്കിലും വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു സിംഗിൾ ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഇൻട്രസ്റ്റിങ്. നമ്മൾ പോർട്ട്ഫോളിയോയിലേക്ക് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാനും എളുപ്പം സിംഗിൾ ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
മോഡൽ വൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവർലാപ്പ് വരും, നമുക്ക് എഡ്ജസ് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ മോഡലിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പറിൽ ഒരുപാട് അഴുക്ക് പറ്റാൻ പാടില്ല. അപ്പോൾ അത് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൽ വരും. നമുക്കിതിനിപ്പോൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ നോർമലി വേണമെങ്കിൽ പേപ്പർ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് യൂസ് ചെയ്താലും മതി. എഡ്ജസ് രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ ക്ലിപ്പ് ചെയ്യാം. മുകളിൽ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഭിത്തിയിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു ബെൻഡ് കൊടുക്കണം. ഒരിക്കലും ഒരു എഡ്ജ് ക്ലിയറായി വരാത്ത രീതിയിൽ ഒരു ബെൻഡ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ മോഡൽ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫ് എടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ട്. അടുത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് ലൈറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. കാരണം ഒരുപാട് വെറൈറ്റി ഓഫ് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ലൈറ്റായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഇപ്പോൾ ടോർച്ച് ലൈറ്റ് മുതൽ ട്യൂബ് ലൈറ്റ്, ചെറിയ ട്യൂബിൻ്റെ ലൈറ്റ്സ് ഉണ്ട്, ചെറിയ നമ്മുടെ മൊബൈലിൻ്റെ തന്നെ ടോർച്ച് ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ബൾബുണ്ട്. സോ ഇതിൽ കുറച്ച് ലൈറ്റ്സ് ഞാനൊന്ന് കാണിച്ചു തരാം, അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ലൈറ്റ്സ് നമുക്ക് കാണുമ്പോൾ നമുക്ക് പലതും പല പേർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോർമലി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഓംനി ഡയറക്ഷണൽ ഒരു ലൈറ്റാണ്. ഇത് പല നമുക്ക് ഓൾമോസ്റ്റ് 180 ഡിഗ്രിയിൽ വെളിച്ചം തരും. കുറച്ച് ഡിഫ്യൂസ്ഡ് ആണ് ഈ ലൈറ്റ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ് ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് കുറച്ച് ഡിഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര സ്പെസിഫിക്കാണ് ഡയമീറ്റർ, വളരെ സ്പെസിഫിക്കാണ് ഡയമീറ്റർ വരുന്നത്. ഭയങ്കര ഷാർപ്പാണ് ലൈറ്റ്. നോർമൽ ടോർച്ച് ലൈറ്റ് മറ്റേതിൻ്റെ അത്രയും ഷാർപ്പല്ല, പക്ഷേ ഡയമീറ്റർ വളരെ ചെറുതാണ്. ഇത് മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് കുറച്ച് ഡിഫ്യൂസ്ഡ് ആണ്, പക്ഷേ ഡയമീറ്റർ നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ട് കിട്ടും. ഇത് നോർമൽ എൽ ഇ ഡി ലൈറ്റാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതും ഡയമീറ്റർ അത്യാവശ്യം വലുതായിട്ട് കിട്ടും, കുറച്ച് ഡിഫ്യൂസ്ഡ് ആണ്. സോ ഇത്രയും ഈ രീതിയിൽ പല ലൈറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് തന്നെയാണ്. കാരണം മോസ്റ്റ്ലി നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. മാത്രമല്ല നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് ആയിരിക്കും നമ്മുടെ മെയിൻ സോഴ്സ് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഈ മോഡൽ എടുത്ത് നമ്മളുടെ ഈ ഒരു ഫോട്ടോഗ്രാഫി സെറ്റപ്പിലേക്ക് വെച്ചിട്ട് അതെങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. നമ്മൾ മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് യൂസ് ചെയ്തിട്ട് വെറുതെ ഫോട്ടോഗ്രാഫ് എടുത്താൽ മതിയോ നമുക്ക്? അപ്പോൾ നമുക്ക് ഷാഡോ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, പല സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ ഷാഡോ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുത്ത് നമ്മൾ ഫോട്ടോഗ്രാഫ് എടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഡോയ്ക്ക് എന്തെങ്കിലും ഒരു റിലവൻസ് ഉണ്ടാവുമോ, ഇത് ഏത് ടൈമിലെ ഷാഡോ ആണ് എന്നൊക്കെ ഉള്ളത്. സോ ബെറ്റർ നമുക്ക് ഇതിന് മുന്നേ ഫോട്ടോഗ്രാഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആർക്കിടെക്ചറിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സൺപാത്ത്. ഇപ്പോൾ സൺപാത്ത് കറക്റ്റായിട്ട് ഇതിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള
ഒരു ഷാഡോ അനാലിസിസ് തന്നെ മോഡൽസിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നോർമലി ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ സൺപാത്ത് നോക്കിയിട്ടാണ് നോർമലി ബിൽഡിങ്സ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ, സൺ സർവേയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സൺ സർവേയറിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ, ഈ ഒരു സൈറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ആ സൈറ്റിൻ്റെ കറക്റ്റ് സൺപാത്ത്, ഇപ്പോൾ പല മാസങ്ങളിലെ പല ടൈമിലെ സൺപാത്ത് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് അതിനകത്ത് കിട്ടും. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ആ ഒരു സൺപാത്ത് ഈ ആർട്ടിഫിഷ്യലി റീക്രിയേറ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു ആപ്പിൽ, ഈ ഒരു ആപ്ലിക്കേഷനിൽ സൺപാത്ത് വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് സൺ സർവേയർ ആപ്പ്. ഇത് ആൻഡ്രോയിഡ് വേർഷനും ആപ്പ് സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. സൺ സർവേയറിൽ തന്നെ ഒരു ലൈറ്റ് വേർഷനുണ്ട്, അത് കൂടാണ്ട് ഒരു പർച്ചേസ്ഡ് വേർഷനുണ്ട്. ലൈറ്റ് വേർഷനിൽ ഓപ്ഷൻസ് കുറവാണ്, പക്ഷേ അത്യാവശ്യം അക്കാഡമിക് പർപ്പസിന് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പർച്ചേസ്ഡ് വേർഷനാണ്, അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല ആപ്പ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സർക്കിളിൽ നമുക്ക് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് എൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷനായിരിക്കും വരുന്നത്, ടോപ്പിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഇന്നത്തെ ഡേറ്റിലുള്ള സൺപാത്ത് നമുക്കിവിടെ യെല്ലോ ലൈനിൽ കാണാൻ പറ്റും ഈ ലൊക്കേഷനിൽ. അപ്പോൾ നമുക്ക് എൻ്റെ സൈറ്റ്, എൻ്റെ ലൊക്കേഷൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എനിക്കറിയാമെങ്കിൽ കൃത്യമായിട്ട് എനിക്കിവിടെ എൻ്റർ ചെയ്യാം. സോ ഇപ്പോൾ കറക്റ്റ് നമ്മുടെ സൈറ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, എവിടെയാണെന്നുള്ളത്. സോ ഇതാണ് നമ്മളുടെ സൈറ്റ്. നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാം ഇതിനകത്ത്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് മാറ്റിയിട്ട് നമുക്ക് ഈ സെയിം സൈറ്റിൻ്റെ ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കംപ്ലീറ്റ് സൺപാത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ജാനുവരി 1 എന്നുള്ളത് വന്നു. അപ്പോൾ ജാനുവരി 1 വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സൺപാത്ത് ടുവേർഡ്സ് സൗത്തിലേക്ക് വന്നു. ഈ സെൻറ്ററിൽ ഉള്ള ഗ്രീൻ പോയിൻ്റാണ് നമ്മളുടെ സൈറ്റ്. സൺപാത്ത് ടെൻഡിങ് ടുവേർഡ്സ് സൗത്ത് ജാനുവരിയിൽ. ഇനി നമുക്ക് പയ്യെ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഡേറ്റ് താഴെ മാറുന്നുണ്ട്, ജാൻ 6, 7, 8 അങ്ങനെ മാറുന്നുണ്ട്. ഇപ്പം ഡേറ്റ് മാറുമ്പോൾ സൺപാത്തിൽ വരുന്ന വേരിയേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. സൺപാത്ത് സൗത്ത് എന്നുള്ളത് പയ്യെ സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. ഏപ്രിൽ മന്ത് ആയപ്പോഴത്തേക്കും, ഏപ്രിൽ ഏകദേശം ഒരു 10-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും സണ്ണ് കാണാൻ പറ്റുന്ന പോലെ തന്നെ സൺ ഓൾമോസ്റ്റ് സെൻറ്ററിൽ വന്നു, നമുക്ക് നേരെ മേലെ വന്നു സൺ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്താണ്. അപ്പോൾ സൺ നേരെ മേലെ വരുമ്പോൾ നമ്മളുടെ ഷാഡോസ് എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ മാപ്പ് മാറ്റി 3D കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ 3D കോമ്പസ് എടുത്തിട്ട് നമ്മൾ ഫോൺ കയ്യിലെടുത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈസ്റ്റ് വെസ്റ്റ് സൺ അതിൻ്റെ ലൈനും സൺപാത്തും നമുക്ക് കൃത്യമായിട്ട് സണ്ണിൻ്റെ പൊസിഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് തന്നെ ആണെങ്കിലും നമുക്ക് വെസ്റ്റിൽ നിന്ന് ഒരു 10 ഡിഗ്രിയും ഈസ്റ്റിൽ നിന്ന് ഒരു 10 ഡിഗ്രിയും മേലേക്ക് ടുവേർഡ്സ് സൗത്തിലേക്കാണ്, ടുവേർഡ്സ് നോർത്തിലേക്കാണ് സണ്ണിൻ്റെ ഒറിജിൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാം.
അപ്പോൾ ഈ ഒരു പൊസിഷൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഈ ഒരു പൊസിഷൻ 2-3 പൊസിഷൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കാം. മെയിൻ ഈ ഒരു ആംഗിളിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ നമുക്ക് റെഫറൻസിനായിട്ട് എടുത്തു വെക്കാം. വീണ്ടും മാപ്പിലേക്ക് വന്നിട്ട് പിന്നീട് വീണ്ടും നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നു. ഏപ്രിൽ, മെയ്, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും സണ്ണ് നോർത്തിലേക്ക് പോയി, കുറേ മാറി നോർത്തിലേക്ക് പോകുന്നുണ്ട് സണ്ണ്. നമുക്ക് ജൂൺ മിഡ് വരെ, ജൂൺ 10, ജൂൺ ഒരു 15th ഒക്കെ ആകുമ്പോഴത്തേക്കും സണ്ണ് മാക്സിമം നോർത്തിലേക്ക് ടെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസം, ഒരു ടൈം, ഒരു ഡേറ്റാണ് നമുക്ക് ജൂൺ മിഡ് എന്ന് പറയുന്നത്. കാരണം ജൂൺ മിഡിൽ ആണ് സൺ എത്രത്തോളം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് എത്രത്തോളം പോകും അതിൻ്റെ മാക്സിമം ആയിരിക്കും നമുക്ക് ജൂൺ മിഡിൽ നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ കോമ്പസിൻ്റെ 3D വ്യൂ അഗൈൻ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നേരത്തെ പോലെ മൊബൈൽ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് കാണാൻ പറ്റും എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ള സൺപാത്ത് നേരത്തെ കണ്ടതിൽ നിന്ന്. ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. സൺ പാത്ത് നമുക്ക് കാണുമ്പോൾ ട്രൂ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിൽ നിന്നും ഏകദേശം 20-25 ഡിഗ്രി മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്താണ്. അപ്പോൾ നേരത്തെ ഏപ്രിൽ, ഇപ്പോൾ ജൂൺ. മാപ്പ് വ്യൂയിലേക്ക് പോകാം. മാപ്പ് വ്യൂയിലോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ സണ്ണിപ്പോൾ തിരിച്ച് സെൻറ്ററിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സെപ്റ്റംബർ 1st എത്തുമ്പോഴത്തേക്കും വീണ്ടും സണ്ണ് സെൻറ്ററിൽ വന്നു. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്താണ്. നമുക്ക് ഇതും ഏപ്രിലും സെയിം ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. 3D വ്യൂ. വീണ്ടും മാപ്പിലേക്ക് വരുന്നു. സെപ്റ്റംബർ മാറുന്നു. സോ സൺസ് ഇപ്പോൾ കൂടുതൽ സൗത്തിലേക്ക് വരുന്നു. ഡിസംബർ മിഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും സൺ സൗത്തിൽ മാക്സിമം ഒരു സൗത്തിൻ്റെ എൻഡിലേക്ക് വന്നു. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടൈമാണ് ഡിസംബർ മിഡ് എന്ന് പറയുന്നത്. സോ ഡിസംബർ മിഡിൽ സൺ ടുവേർഡ്സ് സൗത്ത്, മാക്സിമം ടുവേർഡ്സ് സൗത്ത്. എൻ്റെ 3D കോമ്പസ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് എത്രത്തോളം സൗത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് റെഫറൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നു. സോ ഇതാണ് ടോട്ടലി നമ്മളുടെ സൈറ്റിൻ്റെ നമുക്ക് ഒരു വർഷത്തെ കംപ്ലീറ്റ്ലി കിട്ടുമ്പോൾ ഉള്ള സൺപാത്ത്. സോ ഇത് വെച്ചിട്ട് ഈ ഒരു 4 മാസം ആയിരിക്കും നമ്മളുടെ മെയിൻ കോർ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. സോ ഈ 4 മാസത്തെ ഇൻഫർമേഷൻ അതിൻ്റെ സൺപാത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് ആക്സസറീസും വെച്ചിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ സൺസർവിയർ ആപ്പിലൂടെ എങ്ങനെയാണ് നമുക്ക് ഒരു സൈറ്റിൻ്റെ സൺപാത്ത് വളരെ ഈസി ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു റെഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സൺപാത്ത് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ജോലി ഇതിനകത്ത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടുന്ന് സൺപാത്തിൽ നമുക്ക് കിട്ടിയ ഒരുപാട് ആംഗിൾസ് ഉണ്ട്, എത്ര ഡിഗ്രിയിലാണ് ഡീവിയേറ്റ് ചെയ്യുന്നതെന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് ഒരു തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് ഒരു ഫുൾ സർക്കിളാണ്. ഒരു ഫുൾ സർക്കിൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് നമുക്ക് വരുന്ന ഡീവിയേഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഈസ്റ്റിലും വെസ്റ്റിലും നമുക്ക് വരുന്ന ഡീവിയേഷൻ മാക്സിമം ഒരു 20-25 ഡിഗ്രിയാണ്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന ഒരു പോർഷൻ മാത്രം നമുക്ക് ഇങ്ങനൊരു
ഒരു കോമ്പസ്, വലിയൊരു കോമ്പസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ മോഡലിനെക്കാട്ട് കുറച്ചും കൂടി വലുത്, സോ ദാറ്റ് നമുക്ക് ഇതിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അടിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി വേരിയേഷൻ ആണോ അവിടുന്ന് തന്നെ നമുക്ക് അത്രയും വേരിയേഷനെയും തന്നെ നമുക്ക് മൊബൈലിൻ്റെ ടോർച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈസ്റ്റ് അപ്പുറത്ത് വെസ്റ്റ്, ഇത് നോർത്തിലേക്ക് പോകുന്നു. സോ ഇവിടുന്ന് ഈസ്റ്റിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു സൗത്ത് ഒരു 120, 25, 30, 135 ഡിഗ്രി വരെ, അതുപോലെ ഇത്രയും ഈ 4 സൈഡും. ഓക്കെ, സോ ഇത് നമുക്ക് ഇപ്പോൾ ഇതിനടിയിലേക്ക് പ്ലേസ് ചെയ്യാം. ഏകദേശം സെൻറ്റർ ചെയ്ത് പ്ലേസ് ചെയ്യാം. ഇത് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇനി മോഡൽ ഏകദേശം സെൻറ്ററായിട്ട് തന്നെ പ്ലേസ് ചെയ്യാം. മോഡൽ പ്ലേസ് ചെയ്തു. നമുക്ക് മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ്, അപ്പം മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റിൽ നമുക്ക് ഹാർഷ്നെസ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഗേറ്റ് വേ ഷീറ്റ് യൂസ് ചെയ്യാം. നോർമലി നമ്മൾ വരയ്ക്കുന്ന ഗേറ്റ് വേ ഷീറ്റ്. സോ ഗേറ്റ് വേ ഷീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗേറ്റ് വേ ഷീറ്റ് മടക്കി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്യാം. നമുക്കറിയാൻ പറ്റും ഹാർഷ്നെസ്സിൽ നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാർഷായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ തൽക്കാലം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, ഒരു ഓപ്ഷനാണത്. സോ ഫസ്റ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മന്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഏപ്രിൽ. സോ ഏപ്രിൽ എന്ന് പറയാൻ നമുക്കറിയാം ഏപ്രിലും സെപ്റ്റംബറും ഓൾമോസ്റ്റ് സെയിം സൺപാത്ത് തന്നെയാണ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വേറൊരു കാര്യം, നമ്മൾ ഒരിക്കലും ഫൈനൽ ഔട്ട്പുട്ട് ഈ ഒരു ഫോട്ടോഗ്രാഫ് ഇത് ചെയ്യുമ്പോൾ ഇത്രയും ലൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ്, നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലൈറ്റ്സ് ഉള്ളത്. അല്ലെങ്കിൽ നോർമലി ബാക്കി എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് ടോർഷൻ ലൈറ്റ് മാത്രം വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാരണം വേറെ ഒരുപാട് ഷാഡോസ് ഇടയ്ക്ക് കയറി വരും, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ലൈറ്റ്സിൽ തന്നെ ഡെമോൺസ്ട്രേഷൻ കാണാം, അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് മന്ത് ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ മിഡിൽ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ കണ്ട സൺപാത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ടോട്ടൽ ഈസ്റ്റിൽ നിന്ന് ടുവേർഡ്സ് നോർത്താണ് 5 ഡിഗ്രിയുടെ വേരിയേഷൻ വരുന്നത്. സോ ഈസ്റ്റ് ഇവിടെ നമുക്കൊരു 85 ഡിഗ്രി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 85 ഡിഗ്രിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ എൻഡ് ചെയ്യുന്നത് 275 ഡിഗ്രിയിലാണ്. സോ 85 ഡിഗ്രിയിൽ നമ്മളിത് പ്ലേസ് ചെയ്യുന്നു. അവിടുന്ന് പയ്യെ മൊബൈൽ നമ്മൾ ടോർച്ച് വെച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. സോ ഇപ്പോൾ വളരെ സ്ലോയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. വളരെ സ്ലോയിൽ ചെയ്താലേ നമുക്ക് ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മോർണിംഗ് ടൈമിൽ ഫോട്ടോഗ്രാഫ് എടുക്കാം, ഒരു രാവിലെ 9 മണിക്കുള്ള ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാം, ഉച്ചയ്ക്കുള്ള ഫോട്ടോഗ്രാഫ് എടുക്കാം, 4 o'clock സൺസെറ്റ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ത്രൂ ഔട്ട് ദ വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ നിന്ന് ഫോട്ടോഗ്രാഫ്സ് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, വളരെ ഈസിയാണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഡിഗ്രി നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏപ്രിൽ സെപ്റ്റംബർ കിട്ടി. അതിന് രണ്ടാമത്തത് ജൂൺ മിഡിലാണ് സണ്ണ് കൂടുതൽ നോർത്തിലേക്ക് ടിൽറ്റ് ചെയ്യുന്നത്. സോ നോർത്തിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ നോർത്തിലേക്ക് ഏകദേശം ഒരു 20 ഡിഗ്രി നോർത്തിലേക്ക് ടിൽറ്റ് ചെയ്യും. 20 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഏകദേശം ഒരു 70, ഇവിടെ 70 വരുന്നുണ്ട്, അപ്പുറത്ത് വരുന്നത് 290 വരുന്നുണ്ട്. അപ്പോൾ
നമ്മൾ 17 സ്റ്റാർട്ട് ചെയ്യും. 17 സ്റ്റാർട്ട് ചെയ്ത് 290 കൊണ്ടുവന്ന് എൻഡ് ചെയ്യും. വിത്ത് റെഫറൻസ് ടു നമ്മൾ നേരത്തെ കണ്ട സൺപാത്തിൻ്റെ 3D വ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യും. 17 സ്റ്റാർട്ട് ചെയ്യുന്നു, 17 സ്റ്റാർട്ട് ചെയ്യുന്നു, ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ എൻഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ ജൂണിൻ്റെ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് പല ടൈമിൽ ജൂണിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻ വരുന്നത്. ടുവേർഡ്സ് സൗത്താണ്, സൺ ടുവേർഡ്സ് സൗത്താണ് ടിൽറ്റ് ചെയ്യുന്ന. ഏകദേശം 25 ഡിഗ്രി ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ 25 എന്ന് പറയുമ്പോഴത്തേക്കും 115 വരും, 115 വരുന്നുണ്ട്. അപ്പുറത്ത് 25 245 വരുന്നുണ്ട്. സോ 115 3Dയിൽ കണ്ടതുപോലെ 115 വേരിയേഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് 245 കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നു. ഇതും നമുക്ക് പല ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ സ്ലോയിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഞാനിപ്പോൾ ഒരു ടൈമിൻ്റെ ഒരു ലിമിറ്റ് കാരണം വളരെ ഫാസ്റ്റായിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാണ് ടോട്ടലി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിൻ്റെ ഷൂട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഷാഡോസ് വെച്ചിട്ട് വളരെ മീനിങ് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിനകത്ത് എറേഴ്സ് ഉണ്ടാവും, കാരണം ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ ഒരു ഹീലിയോഡോണിൽ നമുക്ക് ചെയ്യുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോർമലി ചെയ്യുന്ന മോഡലിനെക്കാട്ടിലും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ പോയിൻറ്റ്. സോ നമുക്കിനി ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ ചെയ്ത പല മോഡൽസിൻ്റെയും കൂടെ വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണാം. ആർക്കിടെക്ചറൽ മോഡൽസ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എസ്പെഷ്യലി അർബൻ ഡിസൈൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ അർബൻ ഡിസൈനിൽ ഒരു വലിയ സ്കെയിലിൽ മോഡൽ തന്നെ ഒരുപാട് മാറ്റം വരുന്നുണ്ട് വലിയ സ്കെയിലിൽ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പ് തന്നെ കുറേ മാറും. അതുകൂടാണ്ട് അവിടെ നമുക്ക് ഷാഡോ അനാലിസിസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വലിയൊരു ഹൈറൈസ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ഹൈറൈസ് ബിൽഡിങ്ങിൻ്റെ ഷാഡോ ഏത് സമയത്തായിരിക്കും നമ്മുടെ ബിൽഡിങ്ങിൽ കാസ്റ്റ് ചെയ്യുന്നത്, അത് എത്ര സമയം ഉണ്ടാവും, ആ ഷാഡോയുടെ ലെങ്ത് എന്താണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു
ഒരു ഫോട്ടോഗ്രാഫിലൂടെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൂടാണ്ട് എനിക്ക് തന്നിട്ടുള്ള ആർക്കിടെക്ട്സിൻ്റെ ഓഫീസിൽ വേണമെങ്കിൽ ക്ലയൻസ് വരുമ്പോൾ അവർക്ക് കാണിക്കാനായിട്ട് മോഡലിൽ നമുക്ക് ഇത് കണക്ക് ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ടോർച്ച് ലൈറ്റ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ ഡൗട്ട്സൊക്കെ അപ്പോൾ തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ഇവിടെ ലൈറ്റ് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇത് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അയച്ചു തരിക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സജഷൻസും അയച്ചു തരിക. അടുത്ത വീഡിയോയിൽ ഞാൻ വിചാരിക്കുന്ന ആക്ച്വലി ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് മോഡൽസ് തന്നെയാണ് പക്ഷേ മോഡൽസ് എങ്ങനെ നമുക്ക് സിനിമാറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ട് പല കളേഴ്സ് ലൈറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.